എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മീനിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പുഴമീനാണ്, കടൽ മീനല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു മീനിനെ കാണുന്നതും കറി വെക്കുന്നതും. ഞാനല്ല കറി വെച്ചിട്ടുള്ളത്, അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മീനിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഈ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ. വാളോട് എന്നാണ് കേട്ടോ ഈ ഒരു മീനിന് ഇവിടെ പേര് പറഞ്ഞത്. പണ്ട് ഈ മീൻ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഈ മീനിനെ കാണാനേ ഇല്ല എന്നാട്ടോ ഇവിടുന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മീനിനെ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഇതുപോലെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ ക്യാമറയൊക്കെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ പരിപാടികൾ തുടങ്ങി പോയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ നമ്മുടെ എന്താ പറയുക ഇൻട്രോയിൽ കാണുന്നത്. അപ്പോൾ അനിയനാണ് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡാണ് കേട്ടോ കറി വെക്കുന്നത്. ഇതുപോലെ വലിയ മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർ തന്നെയാണ് കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്ത് തരിക. അപ്പോൾ ഇന്ന് ഏതായാലും ക്ലീനിങ് മാത്രമല്ല കറിയും കൂടെ അവർ വെക്കാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം, അവർ തന്നെ വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഒന്നിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ടാണ് അത് നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഉള്ളതാണ്. അതൊന്ന് ഇതുപോലെ ചതച്ചിട്ട് അതൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതും ഒന്ന് നമുക്കിത് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതും ഒന്ന് ആയി കഴിയുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചേ എടുത്ത് ഇപ്പം കറി വെക്കുന്നുള്ളൂ. ഒരെണ്ണം മാത്രമാണ് കേട്ടോ കറി വെക്കുന്നത്, ഒന്നല്ല രണ്ടെണ്ണത്തിന് മാത്രമാണ് കറി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടില്ല. അപ്പോൾ ഈ ഒരു പച്ചമുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഒരെണ്ണമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇനി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രീതിക്കോ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലൊന്നും അല്ലായിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഞാൻ വേറെ എൻ്റെ ഓരോ പണിക്ക് പോയിന്നേ ഉള്ളൂ. ബാക്കി അവരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് നല്ല ഉടയുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ എന്തിനാണ് ഈ പല തവണകളായിട്ട് ഇട്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതും കൂടെ മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുടംപുളിയല്ല വാളംപുളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ആ ഒരു പുളിവെള്ളം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഒന്ന് പുളി പോരാന്ന് തോന്നിയപ്പം കുറച്ചും കൂടെ പുളിവെള്ളം ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തിളയായിട്ട് വന്ന് നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളിവെള്ളവും അതേപോലെ ആ ഒരു തക്കാളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വെന്തിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷിനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 മീനിനാണ് കേട്ടോ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ എല്ലാം കൂടെ കൂടി ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് മൺചട്ടിയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളി ആയാൻ കേട്ടോ. ഇതെന്താണ് ഇപ്പോൾ ഇതിനകത്തേക്ക് തന്നെ വെച്ചതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിനകത്ത് നമ്മളിതുപോലെ ഒന്ന് കുത്തിക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതെല്ലാത്തിനും ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, അതൊന്ന് കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് തിക്കായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലാണ് കേട്ടോ ഇത് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇത് മൊത്തത്തിൽ ഇത് മുങ്ങി കിടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരു സൈഡ് കുറച്ചൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഒന്ന് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും 2 സൈഡും നല്ലപോലെ ഒന്ന് വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം.
അങ്ങനെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വറവും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും കേട്ടോ. അപ്പോൾ ഇത് വറവൊന്നും ഇടാതെ തന്നെ ഇങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ ഇനി ആ എരിവും ആ ഒരു ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി, ഉപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഒരുപൊടി ആയാനേ. പക്ഷേ ഇതിനകത്തേക്ക് അവർ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊക്കെയോ രീതിയിലും ഡിസോർഡർ ആയിട്ടാണ് ഓരോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും അടിപൊളി കറിയായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പുഴമീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഏതായാലും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.